ADGP RSS നേതാവിനെ കണ്ടത് വിശദമായി അന്വേഷിക്കാൻ സർക്കാർ. DGP നേരിട്ടാണ് അന്വേഷണം നടത്തുക. വീഴ്ചയുണ്ടെങ്കിൽ ADGPക്കെതിരെ നടപടിയുണ്ടാകും. വി വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, അങ്ങനെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അന്വേഷിക്കും എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനം എത്തിയിരിക്കുകയാണ് സർക്കാർ. ADGP RSS നേതാവിനെ കണ്ടതിൽ വീഴ്ചയുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ഭവ്യ, സർവീസ് ചട്ട ലംഘനമുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് DGPയെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയിരുന്നു. ADGPയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ DGP തന്നെ ഈ സന്ദർശനത്തെക്കുറിച്ച് 2 RSS നേതാക്കളെയാണ് ADGP കണ്ടത്. ഇതിൽ സർവീസ് ചട്ട ലംഘനമുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. മറ്റേ രാഷ്ട്രീയ ആരോപണം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പുറമെ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ സർക്കാരിനുള്ളിൽ നിന്ന് തന്നെ ആക്ഷേപങ്ങൾ വരികയാണ്. LDFിനുള്ളിൽ നിന്ന് CPI ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്, എന്ത് കാര്യത്തിനാണ് ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കാര്യമാണ് ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ തൃശൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും ഉൾപ്പെടെയുള്ളവർ പരസ്യമായി ഉന്നയിച്ചത്. ആ തരത്തിൽ CPIയെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നത് ഇത് സംബന്ധിച്ച് ADGP മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. DGP തന്നെ ഇക്കാര്യം പരിശോധിക്കും. അതോടൊപ്പം MR അജിത്കുമാർ നേരത്തെ തന്നെ ലീവിൽ അവധിയിൽ പ്രവേശിക്കുമെന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ മുൻപ്, ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ തന്നെ അവധിയിൽ പോകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഭയ്യ, വിനോദ്, നായികയ്ക്ക് 40 വട്ടവും RSS സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ പറയുന്ന ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പാർട്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ADGP അദ്ദേഹം എന്തിനാണ് RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്, അതിന് പിന്നിലാര് എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി രാഷ്ട്രീയ കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഇതിനു മുൻപ് കഴിഞ്ഞ വർഷം നമുക്കറിയാം DGP ആയിരുന്ന സെൻകുമാറിന്റെ RSS ചായ്വിനെതിരെ വളരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ് ADGP ആണ്, ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരാളാണ് RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അത് 1 വട്ടമല്ല 2 വട്ടം. അപ്പോൾ എന്തിനാണെന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ഉത്തരം നൽകാൻ മുഖ്യമന്ത്രി അടക്കം ബാധ്യസ്ഥനല്ലേ? തീർച്ചയായും ഈ കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ വിശദമാകേണ്ടതുണ്ട്. എന്തിനായിരുന്നു കൂടിക്കാഴ്ച? കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇത് ഇടനില കൂടിക്കാഴ്ചയായിരുന്നു. RSSും പിണറായി വിജയനും വേണ്ടിയുള്ള കൂടിക്കാഴ്ച, 2 കൂട്ടർക്കും വേണ്ടി ഇടനിലം നിന്നു എന്ന കാര്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് നടത്തുന്ന അന്വേഷണങ്ങൾ, ഈ അന്വേഷണങ്ങൾ ഒത്തുതീർപ്പാക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനു വേണ്ടിയുള്ള ഒരു സന്ധി സംഭാഷണം, അതിന് ADGPയെ പ്രയോജനപ്പെടുത്തി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ ADGPക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകില്ല എന്ന തരത്തിൽ പ്രതിപക്ഷം ഒരു വശത്ത് രാഷ്ട്രീയ ആരോപണം ഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്കാണ് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടത് ഈ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ്. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അത് ആസൂത്രിതമായാണ്. ദത്താത്രേയ ഹൊസബല്ലെ, രാം മാധവ് തുടങ്ങിയ RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ദത്താത്രേയ ഹൊസബല്ലെയുമായി തൃശൂരിൽ തന്നെ കൂടിക്കാഴ്ച നടത്തി. 2023 കൂടിക്കാഴ്ച. പൂരം കലക്കാൻ ഇത്രയും മുൻപ് കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച, ആ കാര്യം എന്തിനായിരുന്നു എന്നത് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം അന്ന് നടന്ന ചർച്ചകൾ അതിന് തുടർച്ചയായി തൃശൂർ പൂരം അലങ്കോലമാകുകയും അവിടെ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. CPMനെ സംബന്ധിച്ചും സുരേഷ് ഗോപിയുടെ വിജയം കനത്ത ഒരു തിരിച്ചടിയാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. BJP താമര വിരിയുമ്പോൾ സംസ്ഥാനത്ത് ഭരണത്തുണ്ടായിരുന്നത് ഇടതുമുന്നണി ഭരണമാണ് എന്നത് വലിയ ഒരു അപമാനകരമായ കാര്യമായി തന്നെയാണ് പൊതുവിൽ പാർട്ടി വിലയിരുത്തുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വരുമ്പോൾ അതേസമയം വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ശനിയാഴ്ച മുതലാണ് ADGP അവധിയെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് നേരത്തെ തന്നെ അവധിയിൽ പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഭവ്യ, ഈ ഒരു മുഖം രക്ഷിക്കലിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന തരത്തിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തിയത് വിനോദ്?
എ ഡി ജി പിക്കെതിരെ നടപടി അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. നടപടി ഉണ്ടാകും എന്ന ചില വിവരങ്ങൾ, അല്ലെങ്കിൽ ആ തരത്തിൽ നടപടി ഉണ്ടായേക്കും എന്ന ചർച്ചകൾ. പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. എ ഡി ജി പിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം ഇതിനകം തന്നെ പരിശോധന നടത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. പി വി അൻവർ നൽകിയ പരാതിയിലാണ് ആ അന്വേഷണം. ഡി ജി പി ആണ് അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. തിരുവനന്തപുരം റേഞ്ച് ഐ ജിയും തൃശൂർ ഡി ഐ ജിയും ഉൾപ്പെടെയുള്ളവർ അന്വേഷണ സംഘത്തിനുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച കാര്യം കൂടി ഡി ജി പി പരിശോധിക്കുന്നത്. ഭവ്യ, തീർച്ചയായും CPI അടക്കം പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നതോടുകൂടി CPM-നെതിരെ ആക്ഷേപം പുകയുകയാണ്. പുറത്ത് വിരുദ്ധതയും അകത്ത് അന്തർധാരയുമാണോ എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളടക്കം വലിയ തരത്തിൽ പാർട്ടി നേരിടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എന്തായാലും വീഴ്ചയുണ്ടെങ്കിൽ അന്വേഷിക്കും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.